മനുഷ്യരക്തത്തിലെ ഓക്സിജൻ വഹിച്ചു കൊണ്ടുപോകുന്ന ഘടകം ഏത്? മനുഷ്യ ശരീരത്തിലെ ഓക്സിജൻ വഹിച്ചു കൊണ്ടുപോകുന്ന ഘടകം ഏത്? ഉത്തരം ഹീമോഗ്ലോബിൻ. കുമാരനാശാൻ ബന്ധപ്പെട്ട് പ്രവർത്തിച്ച സംഘടന ഏത്? കുമാരനാശാൻ ബന്ധപ്പെട്ട് പ്രവർത്തിച്ച സംഘടന ഏത്? SNDP. ചന്ദ്ര എന്ന ഉപഗ്രഹം ആരുടെ സ്മരണ നിലനിർത്തുന്നതിനാണ് അമേരിക്ക വിക്ഷേപിച്ചത്? ചന്ദ്ര എന്ന ഉപഗ്രഹം ആരുടെ സ്മരണ നിലനിർത്തുന്നതിനാണ് അമേരിക്ക വിക്ഷേപിച്ചത്? S. ചന്ദ്രശേഖർ. മനുഷ്യരിൽ ഏത് അവയവത്തിൽ വെച്ചാണ് ബീജസംയോഗം നടക്കുന്നത്? മനുഷ്യരിൽ ഏത് അവയവത്തിൽ വെച്ചാണ് ബീജസംയോഗം നടക്കുന്നത്? ഫലോപ്പിയൻ ട്യൂബ്. ശകവർഷത്തിലെ രണ്ടാമത്തെ മാസം ഏത്? ശകവർഷത്തിലെ രണ്ടാമത്തെ മാസം ഏത്? വൈശാഖം. അലാവുദ്ദീൻ ഖിൽജിയെ ദേവഗിരി കീഴടക്കാൻ സഹായിച്ചത് ആര്? അലാവുദ്ദീൻ ഖിൽജിയെ ദേവഗിരി കീഴടക്കാൻ സഹായിച്ചത് ആര്? മാലിക് കാഫർ. അന്റാർട്ടിക്കയിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ ഗവേഷണ കേന്ദ്രം ഏത്? അന്റാർട്ടിക്കയിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ ഗവേഷണ കേന്ദ്രം ഏത്? മൈത്രി. കോമൺ സെൻസ് എന്ന ലഘുലേഖ ഏത് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടതാണ്? കോമൺ സെൻസ് എന്ന ലഘുലേഖ ഏത് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടതാണ്? അമേരിക്ക. ജാലിയൻവാലാ ബാഗ് സംഭവത്തിന് കാരണമായ കരിനിയമം ഏത്? ജാലിയൻവാലാ ബാഗ് സംഭവത്തിന് കാരണമായ കരിനിയമം ഏത്? റൗലറ്റ് നിയമം. ഏത് നദിയാണ് സിയാച്ചിൻ ഹിമാനിയിൽ നിന്ന് ഉത്ഭവിക്കുന്നത്? ഏത് നദിയാണ് സിയാച്ചിൻ ഹിമാനിയിൽ നിന്ന് ഉത്ഭവിക്കുന്നത്? നുബ്ര. നേതാജി സുഭാഷ് ചന്ദ്രബോസ് വിമാനത്താവളം ഏത് സംസ്ഥാനത്താണ്? നേതാജി സുഭാഷ് ചന്ദ്രബോസ് വിമാനത്താവളം ഏത് സംസ്ഥാനത്താണ്? പശ്ചിമ ബംഗാൾ. തിരുവിതാംകൂറിൽ പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയ ഭരണാധികാരി ആര്? തിരുവിതാംകൂറിൽ പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയ ഭരണാധികാരി ആര്? ഗൗരി പാർവതി ബായ്. ഭാഷാടിസ്ഥാനത്തിൽ രൂപീകൃതമായ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏത്? ഭാഷാടിസ്ഥാനത്തിൽ രൂപീകൃതമായ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏത്? ആന്ധ്രാപ്രദേശ്. ഇന്ത്യയിൽ കാപ്പി കൃഷി ആദ്യം ആരംഭിച്ച പ്രദേശം ഏത്? ഇന്ത്യയിൽ കാപ്പി കൃഷി ആദ്യം ആരംഭിച്ച പ്രദേശം ഏത്? ബാബാബുദാൻ. മിന്നലിന്റെ വൈദ്യുത സ്വഭാവം കണ്ടുപിടിച്ചത് ആര്? മിന്നലിന്റെ വൈദ്യുത സ്വഭാവം കണ്ടുപിടിച്ചത് ആര്? ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. കാലാവസ്ഥാ വ്യതിയാന വകുപ്പ് ആരംഭിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏത്? കാലാവസ്ഥാ വ്യതിയാന വകുപ്പ് ആരംഭിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏത്? ഗുജറാത്ത്. നിയമസഭ വിളിച്ചു ചേർക്കുന്നത് ആരെ? നിയമസഭ വിളിച്ചു ചേർക്കുന്നത് ആര്? ഗവർണർ. ഏറ്റവും തണുപ്പ് കൂടിയ സമുദ്രം ഏത്? ഏറ്റവും തണുപ്പ് കൂടിയ സമുദ്രം ഏത്? ആർട്ടിക് സമുദ്രം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കന്നുകാലികളുള്ള സംസ്ഥാനം ഏത്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കന്നുകാലികളുള്ള സംസ്ഥാനം ഏത്? പശ്ചിമ ബംഗാൾ. ഭരണഘടനയുടെ ആമുഖം ഇതുവരെ എത്ര പ്രാവശ്യം ഭേദഗതി ചെയ്തിട്ടുണ്ട്? ഭരണഘടനയുടെ ആമുഖം ഇതുവരെ എത്ര പ്രാവശ്യം ഭേദഗതി ചെയ്തിട്ടുണ്ട്? ഒരു പ്രാവശ്യം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിച്ച വർഷം ഏത്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിച്ച വർഷം ഏത്? 1920. ചന്ദ്രൻ ഭൂമിയോട് ഏറ്റവും അടുത്തു വരുന്ന പ്രതിഭാസം അറിയപ്പെടുന്നത്? ചന്ദ്രൻ ഭൂമിയോട് ഏറ്റവും അടുത്തു വരുന്ന പ്രതിഭാസം അറിയപ്പെടുന്നത് സൂപ്പർമൂൺ. വൈദ്യുതീകരിക്കപ്പെട്ട ആദ്യത്തെ ദക്ഷിണേന്ത്യൻ നഗരം ഏത്? വൈദ്യുതീകരിക്കപ്പെട്ട ആദ്യത്തെ ദക്ഷിണേന്ത്യൻ നഗരം ഏത്? ബാംഗ്ലൂർ. ഏത് വൈസ്രോയിക്കാണ് രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത്? ഏത് വൈസ്രോയിക്കാണ് രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത്? കഴ്സൺ. മായ്ക്കാനാകാത്ത മഷി ഉപയോഗിച്ച ആദ്യത്തെ ഇലക്ഷൻ ഏത് വർഷമാണ് നടന്നത്? മായ്ക്കാൻ ആകാത്ത മഷി ഉപയോഗിച്ച ആദ്യത്തെ ഇലക്ഷൻ ഏത് വർഷമാണ് നടന്നത്? 1962. മുസ്ലിം ഐക്യസംഘം സ്ഥാപിച്ചത് ആര്? മുസ്ലിം ഐക്യസംഘം സ്ഥാപിച്ചത് ആര്? വക്കം മൗലവി. അർജുനൻ എന്ന കഥാപാത്രം ഏത് ഇതിഹാസത്തിൽ നിന്നാണ്? അർജുനൻ എന്ന കഥാപാത്രം ഏത് ഇതിഹാസത്തിൽ നിന്നാണ്? മഹാഭാരതം. മൂകാംബിക ക്ഷേത്രം എവിടെയാണ്? മൂകാംബിക ക്ഷേത്രം എവിടെയാണ്? കൊല്ലൂർ. കർണാടക സംസ്ഥാനത്താണ് കൊല്ലൂർ. മതത്തെ രാഷ്ട്രീയത്തിൽ നിന്ന് വേർപെടുത്തിയ ആദ്യത്തെ ഇന്ത്യൻ ഭരണാധികാരി ആര്? മതത്തെ രാഷ്ട്രീയത്തിൽ നിന്ന് വേർപെടുത്തിയ ആദ്യത്തെ ഇന്ത്യൻ ഭരണാധികാരി ആര്? അലാവുദ്ദീൻ ഖിൽജി. അളകനന്ദ ഏത് നദിയിലാണ് ചേരുന്നത്? അളകനന്ദ ഏത് നദിയിലാണ് ചേരുന്നത്? ഗംഗ. മഴവില്ലുകളുടെ നാടി എന്നറിയപ്പെടുന്നത് ഹവായ് ദ്വീപുകൾ. അറ്റ്ലസ് പർവ്വതനിര ഏത് വൻകരയിലാണ്? അറ്റ്ലസ് പർവ്വതനിര ഏത് വൻകരയിലാണ്? ആഫ്രിക്ക. ലോകസഭയിലേക്കും സംസ്ഥാന നിയമസഭകളിലേക്കും തെരഞ്ഞെടുപ്പ് നടത്താൻ ഉപയോഗിക്കുന്ന രീതി. ലോകസഭയിലേക്കും സംസ്ഥാന നിയമസഭകളിലേക്കും തിരഞ്ഞെടുപ്പ് നടത്താൻ ഉപയോഗിക്കുന്ന രീതി FPTP സമ്പ്രദായം.
സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആര്? സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആര്? സുകുമാർ സെൻ. 2005 നിലവിൽ വന്ന വിവരാവകാശ നിയമത്തിന് പിന്നിൽ പ്രവർത്തിച്ച സംഘടന ഏത്? MKSS. മൗലികാവകാശ സംരക്ഷണത്തിനായി റിട്ടുകൾ പുറപ്പെടുവിക്കാൻ ഹൈക്കോടതികൾക്ക് അധികാരം നൽകുന്ന ഭരണഘടന അനുച്ഛേദം ഏത്? മൗലികാവകാശം സംരക്ഷണത്തിനായി റിട്ടുകൾ പുറപ്പെടുവിക്കാൻ ഹൈക്കോടതികൾക്ക് അധികാരം നൽകുന്ന ഭരണഘടന അനുച്ഛേദം ഏത്? ഉത്തരം ആർട്ടിക്കിൾ 226. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ച ഭരണഘടനാ അനുച്ഛേദം ഏത്? ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ച ഭരണഘടനാ അനുച്ഛേദം ഏത്? ആർട്ടിക്കിൾ 32. 1989 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ സാധുത നൽകണമെന്ന് നിർദ്ദേശിച്ച കമ്മിറ്റി ഏത്? 1989 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ സാധുത നൽകണമെന്ന് നിർദ്ദേശിച്ച കമ്മിറ്റി ഏത്? PK തുങ്കൻ കമ്മിറ്റി. മലയാളത്തിൽ നിന്നും ഊർവശി അവാർഡ് ആദ്യമായി നേടിയത് ഏത്? മലയാളത്തിൽ നിന്ന് ഊർവശി അവാർഡ് ആദ്യമായി നേടിയത് ഏത്? ശാരദ. മലയാളത്തിലെ ആദ്യത്തെ നിശബ്ദ സിനിമ ഏത്? മലയാളത്തിലെ ആദ്യത്തെ നിശബ്ദ സിനിമ ഏത്? വിഗതകുമാരൻ. സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് മലബാറിലെ കാർഷിക കലാപങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിക്കപ്പെട്ട കളക്ടർ ആര്? സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് മലബാറിലെ കാർഷിക കലാപങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിക്കപ്പെട്ട കളക്ടർ ആര്? വില്യം ലോഗൻ. ഏറ്റവും ചെറിയ പക്ഷി ഏത്? ഏറ്റവും ചെറിയ പക്ഷി ഏത്? ഹമ്മിങ് പക്ഷി. ഒരു ഇല മാത്രമുള്ള സസ്യം ഏത്? ഒരു ഇല മാത്രമുള്ള സസ്യം ഏത്? ചേന. കായിക കേരളത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? കായിക കേരളത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഗോദവർമ്മ രാജ. ഇന്ത്യൻ കാർഷിക മേഖലയിൽ നിലനിൽക്കുന്ന തൊഴിലില്ലായ്മ ഏത് പേരിൽ അറിയപ്പെടുന്നു? ഇന്ത്യൻ കാർഷിക മേഖലയിൽ നിലനിൽക്കുന്ന തൊഴിലില്ലായ്മ ഏത് പേരിൽ അറിയപ്പെടുന്നു? പ്രജനന തൊഴിലില്ലായ്മ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു സാമ്പത്തിക വർഷം ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെ. കേരളത്തിൽ പ്രാദേശിക കാപ്പി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ? കേരളത്തിൽ പ്രാദേശിക കാപ്പി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ചുണ്ടേൽ. മാതാപിതാക്കൾ ഇരുവരുമോ അവരിൽ ആരെങ്കിലും നഷ്ടപ്പെട്ട സാമ്പത്തികമായി പരിധീനത അനുഭവിക്കുന്ന കുട്ടികളുടെ ഉന്നമനത്തിനായി കേരള സുരക്ഷാ മിഷൻ നടപ്പാക്കിയിരിക്കുന്ന സാമ്പത്തിക സഹായ പദ്ധതിയുടെ പേര്? സ്നേഹപൂർവം. 2022 ലോക പരിസ്ഥിതി ദിനത്തിന്റെ പ്രമേയം? 2022 ലോക പരിസ്ഥിതി ദിനത്തിന്റെ പ്രമേയം എന്താണ്? ഒരു ഭൂമി മാത്രം. 2025 ലോക പരിസ്ഥിതി ദിനത്തിന്റെ പ്രമേയം എന്താണ്? 2025 ലോക പരിസ്ഥിതി ദിനത്തിന്റെ പ്രമേയം എന്താണ്? പ്ലാസ്റ്റിക് മലിനീകരണം അവസാനിപ്പിക്കുക. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് ആര്? ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് ആര്? റൂസോ. ഏത് തിരുവിതാംകൂർ രാജാവിന്റെ ഭരണകാലത്താണ് പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ചത്? ഏത് തിരുവിതാംകൂർ രാജാവിന്റെ ഭരണകാലത്താണ് പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ചത്? ആയിലം തിരുനാൾ. റഷ്യൻ വിപ്ലവം നടന്ന വർഷം ഏത്? റഷ്യൻ വിപ്ലവം നടന്ന കേട്ടോ. റഷ്യൻ വിപ്ലവം നടന്ന വർഷം 1917. ശിപായി ലഹള എന്നറിയപ്പെടുന്ന 1887 കലാപത്തെ ലക്നൌവിൽ നയിച്ചത് ആരാണ്? ശിപായി ലഹള എന്നറിയപ്പെടുന്ന 1887 കലാപത്തെ ലക്നൌവിൽ നയിച്ചത് ആരാണ്? ബീഗം ഹസ്രത്ത് മഹൽ. ലോക്ഡക് തടാകം ഏത് സംസ്ഥാനത്താണ്? ലോക്ഡക് തടാകം ഏത് സംസ്ഥാനത്താണ്? മണിപ്പൂർ. ലോക്ഡക് തടാകം ഏത് സംസ്ഥാനത്താണ്? മണിപ്പൂർ. ഇന്ത്യൻ ഭരണഘടനയുടെ തിരിച്ചറിയൽ രേഖ എന്ന് പറഞ്ഞത് ആരാണ്? എ പാൽക്കിവാല വിശേഷിപ്പിച്ചത്. ആമുഖം. ഇന്ത്യൻ ഭരണഘടനയുടെ തിരിച്ചറിയൽ രേഖ എന്ന് എ പാൽക്കിവാല വിശേഷിപ്പിച്ചത് എന്ത്? ഇന്ത്യൻ ഭരണഘടനയുടെ തിരിച്ചറിയൽ രേഖ എന്ന് എ പാൽക്കിവാല വിശേഷിപ്പിച്ചത് എന്ത്? ആമുഖം. ഇന്ത്യൻ ദേശീയ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടന പദവി ശുപാർശ ചെയ്ത കമ്മീഷൻ ആര്? ഇന്ത്യൻ ദേശീയ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ പദവി ശുപാർശ ചെയ്ത കമ്മീഷൻ ആര്? PK തുങ്കൻ കമ്മിറ്റി.
ഇന്ത്യൻ ദേശീയ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ പദവി ശുപാർശ ചെയ്ത കമ്മീഷൻ ആര്? ഇന്ത്യൻ ദേശീയ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ പദവി ശുപാർശ ചെയ്ത കമ്മീഷൻ ആര്? PK തുങ്കൻ കമ്മിറ്റി. മൗലികാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് റിട്ട് പുറപ്പെടുവിക്കാൻ സുപ്രീം കോടതിക്ക് അധികാരം നൽകുന്ന അനുച്ഛേദം ഏത്? മൗലികാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് റിട്ട് പുറപ്പെടുവിക്കാൻ സുപ്രീം കോടതിക്ക് അധികാരം നൽകുന്ന അനുച്ഛേദം ഏത്? ആർട്ടിക്കിൾ 32. രാഷ്ട്രത്തിന്റെ നിർദ്ദേശക തത്വങ്ങൾ ഏതു രാജ്യത്തിന്റെ ഭരണഘടനയുടെ സ്വാധീനത്തിൽ നിന്നും രൂപം കൊണ്ടതാണ്? രാഷ്ട്രത്തിന്റെ നിർദ്ദേശക തത്വങ്ങൾ ഏതു രാജ്യത്തിന്റെ ഭരണഘടന സ്വാധീനത്തിൽ നിന്നും രൂപം കൊണ്ടതാണ്? ബ്രിട്ടൻ. തിരുവിതാംകൂർ പ്രദേശത്ത് കൃഷിക്കാരുടെ മഗ്നാ കാർട്ട എന്ന് വിശേഷിപ്പിക്കുന്ന ഭൂനിയമ നിർമ്മാണ വിളംബരം ഏത്? തിരുവിതാംകൂർ പ്രദേശത്ത് കൃഷിക്കാരുടെ മഗ്നാ കാർട്ട എന്ന് വിശേഷിപ്പിക്കുന്ന ഭൂനിയമ നിർമ്മാണ വിളംബരം ഏത്? പാട്ടം വിളംബരം. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വൈസ് ചെയർമാൻ ആര്? റവന്യൂ മന്ത്രി. കാണാതായ കുട്ടികളെ കണ്ടെത്തുന്നതിനു വേണ്ടി സംസ്ഥാന സർക്കാർ രൂപീകരിച്ച പദ്ധതി എന്ത്? കാണാതായ കുട്ടികളെ കണ്ടെത്തുന്നതിനു വേണ്ടി സംസ്ഥാന സർക്കാർ രൂപീകരിച്ച പദ്ധതി എന്ത്? ഓപ്പറേഷൻ വാത്സല്യ. ശരീരത്തിൽ ഇൻസുലിൻ പുറപ്പെടുവിക്കുന്ന ഗ്രന്ഥി ഏത്? ശരീരത്തിൽ ഇൻസുലിൻ പുറപ്പെടുവിക്കുന്ന ഗ്രന്ഥി ഏത്? പാൻക്രിയാസ്. പരിസ്ഥിതി സംഘടനയായ IUCN ആസ്ഥാനം എവിടെ? സ്വിറ്റ്സർലാൻഡ്. മദർ തെരേസയോടുള്ള ആദര സൂചകമായി അവരുടെ ജന്മദിനമായ ഓഗസ്റ്റ് 25 സ്റ്റാമ്പ് പുറത്തിറക്കിയ രാജ്യം ഏത്? മദർ തെരേസയോടുള്ള ആദര സൂചകമായി അവരുടെ ജന്മദിനമായ ഓഗസ്റ്റ് 26 സ്റ്റാമ്പ് പുറത്തിറക്കിയ രാജ്യം ഏത്? അമേരിക്ക. തമിഴ്നാട്ടിലെ ക്ലാസിക്കൽ നൃത്തരൂപം ഏത്? ഭരതനാട്യം. ഇന്ത്യയിലെ ഏറ്റവും വലിയ തുറമുഖം ഏത്? മുംബൈ തുറമുഖം. ഒരു സ്വകാര്യ കമ്പനി രൂപീകരിക്കുന്നതിന് ഏറ്റവും ചുരുങ്ങിയത് എത്ര അംഗങ്ങൾ ഉണ്ടായിരിക്കണം? 2 അംഗങ്ങൾ. INOയുടെ ആസ്ഥാനം എവിടെ? ന്യൂയോർക്ക്. ഇക്കോ സെൻസിറ്റീവ് സോണായി പ്രഖ്യാപിച്ച മറൈൻ നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ്? ഗുജറാത്ത്. M.S. സ്വാമിനാഥൻ ഏത് ശാസ്ത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കാർഷിക ശാസ്ത്രം. ഐസ്ലാൻഡ് ഏത് സമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്നു? അറ്റ്ലാന്റിക്. സൗരയൂഥത്തിൽ വെച്ച് വലിപ്പത്തിൽ 1-ാം സ്ഥാനം വ്യാഴം. മനസാക്ഷിയുടെ അംബാസിഡർ പുരസ്കാരം ലഭിച്ച മലാല യൂസുഫ്സായി ഏത് രാജ്യക്കാരിയാണ്? പാകിസ്ഥാൻ. സുൽത്താൻ ഭരണകാലത്ത് കമ്പോള നിയന്ത്രണം ഏർപ്പെടുത്തിയ ഒരു കഴിവുറ്റ ഭരണാധികാരി ആര്? അലാവുദ്ദീൻ ഖിൽജി. ലോക ജനസംഖ്യാ ദിനമായി ആചരിക്കുന്നതെന്ന്? ജൂലൈ 11. തിരമാലയിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച ആദ്യ സംസ്ഥാനം ഏത്? കേരളം. ദേശീയ ഭക്ഷ്യസുരക്ഷാ ബില്ല് ലോകസഭ പാസാക്കിയതെന്ന്? 2013 ഓഗസ്റ്റ് 26. ഏറ്റവും ദൈർഘ്യമേറിയ ഗർഭകാലമുള്ള സസ്തനം ഏത്? ഏഷ്യ ആന. കൈക്കാലുകളിൽ ആകെ അസ്ഥികൾ എത്ര? 126. മലയാള ഭാഷയുടെ ആധുനിക ലിപി നടപ്പാക്കിയ തിരുവിതാംകൂർ രാജാവ് ആര്? സ്വാതി തിരുനാൾ. ഇന്ത്യയിലെ ആദ്യത്തെ വിശപ്പുരഹിത നഗരം ഏത്? കോഴിക്കോട്. ഏത് രാജ്യത്തെ ഭരണാധികാരിയാണ് മഗ്നാ കാർട്ടയിൽ ഒപ്പുവെച്ചത്? ഇംഗ്ലണ്ട്. മാറാട് കലാപം ഉണ്ടായ ജില്ല ഏത്? കോഴിക്കോട്. ഏതു രാജ്യമാണ് ഹോളണ്ട് എന്നറിയപ്പെട്ടിരുന്നത്? നെതർലാൻഡ്. ഓസോൺ വാതകത്തിന്റെ നിറം ഏത്? നീല. മനുഷ്യനെത്ര പാൽപ്പല്ലുകളാണുള്ളത്? 20. ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏത്? 352. ഏറ്റവും ജലസമ്പന്നമായ നദി ഏത്? ആമസോൺ നദി. അറബിക്കടൽ ഏത് സമുദ്രത്തിന്റെ ഭാഗമാണ്? ഇന്ത്യൻ സമുദ്രം. ഏറ്റവും കൊഴുപ്പുള്ള പാൽ ഏതു മൃഗത്തിൻ്റെതാണ്? മുയൽ. ഏറ്റവും ചെറിയ പൂവ്? വൂൾഫിയ. വരിക വരിക സഹചര എന്ന ഗാനം രചിച്ചത് ആര്? അംശി നാരായണൻ പിള്ള.